നിങ്ങൾ ഈ സിനിമ കാണാൻ പോവുകയാണെങ്കിൽ പോകണം എന്ന് ഞാൻ പറയുള്ളൂ. സിനിമ കാണാൻ പോവുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളിലൊരു വ്യക്തത വരുത്തിയിട്ട് പോയാൽ കുറച്ചും കൂടി സിനിമ എൻജോയ് ചെയ്യാൻ പറ്റും. അതിലൊന്ന് പൊറാട്ടാണ്, മറ്റൊന്ന് പയറ്റാണ്. ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ താഴെ ഈ പെണ്ണും പൊറാട്ടും എന്ന് പറയുന്ന സിനിമ കണ്ടതിന് ശേഷം വന്ന് അതിൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് കമൻറ്റ് ചെയ്യുന്നവരാണ്. പക്ഷേ പേരറിയാത്തതുകൊണ്ട് പെണ്ണും പൊറോട്ടയും നല്ല സിനിമയാണ് എന്ന് പറഞ്ഞ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് നോട്ട് പൊറോട്ട, ഇത് പൊറാട്ടാണ്. പൊറാട്ട് എന്ന് പറയുന്നത് പാലക്കാടിൻ്റെ ഒരു തനതായ ഒരു കലാരൂപം നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു മ്യൂസിക്കൽ പെർഫോമൻസ് ആണ് പൊറാട്ട് എന്ന് പറയുന്നത്. തമാശയാണ് അതിൻ്റെ ഒരു ബേസ് എലമെൻ്റ് ആയിട്ട് വരുന്നത്. പെൺവേഷങ്ങൾ കെട്ടിയിട്ട് വരും. അവർ പുരാണ കഥകളടക്കം ഒരുപാട് കാര്യങ്ങൾ ഡീൽ ചെയ്യും. അതിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഒരു പെണ്ണ് വരും. അവളുടെ കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. അങ്ങനെ ഒരു ഗംഭീര കലാരൂപമാണ്. ഒരുപക്ഷെ കേരളത്തിൽ മറ്റേതൊരു കലാരൂപത്തെയും പോലെ തന്നെ പ്രചാരം കിട്ടേണ്ട, ഒരുപാട് സ്വീകാര്യതയ്ക്ക് സാധ്യതയുള്ളൊരു കലാരൂപമായിട്ടാണ് എനിക്ക് പൊറാട്ടിനെ കുറിച്ചുള്ള ബേസിക് അറിവ് വെച്ചിട്ട് തന്നെ ഫീൽ ചെയ്യുന്നത്. രണ്ട് പയറ്റ്, ഇത് പല ജില്ലകളിൽ പല രീതിയിലാണ് നടത്തപ്പെടുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ. എൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുകയോ അല്ലെങ്കിൽ ഞാൻ വീട് പുതുക്കി പണിയുകയോ അങ്ങനെ എന്തെങ്കിലും എനിക്ക് ഒരുപാട് പൈസയുടെ ആവശ്യമുണ്ട്. പക്ഷേ കടം വാങ്ങുക, ചിട്ടി വെക്കുക പോലെയുള്ള പരിപാടികൾക്ക് പകരം ഞാൻ എൻ്റെ വീട്ടിൽ പയറ്റ് നടത്തും. എന്ന് വെച്ചാൽ ഫുഡ് ഐറ്റംസ്, ചിലപ്പോൾ ചായയും കടിയായിരിക്കും, ചിലപ്പോൾ ബിരിയാണി ആയിരിക്കും. ഈ സിനിമയിൽ ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പോൾ പയറ്റ് എൻ്റെ വീട്ടിൽ വെക്കും. ഞാൻ എല്ലാവരെയും ക്ഷണിക്കും. അവരൊക്കെ വീട്ടിൽ വന്നിട്ട് ഈ ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിച്ചിട്ട് അവർ പോകുന്ന സമയത്ത് ഈ പോകുന്ന വഴി തന്നെ ഒരു മേശ, അതിലൊരു വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഒരാൾ ബുക്കും പേനയായിട്ട് ഇരിപ്പുണ്ടാവും. ഇയാളുടെ അടുത്ത് ഈ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പോകുന്ന ആളുകൾ ഒരു തുക ഏൽപ്പിക്കും. വലിയ തുകയൊന്നുമല്ല, ചെറിയ തുക. ചിലപ്പോൾ 100 രൂപ ആയിരിക്കും, ചിലപ്പോൾ 500 രൂപ വരെയൊക്കെ പോകാം. അങ്ങനെ പല എമൗണ്ട് ഓരോരുത്തർക്കും പറ്റുന്നത് പോലെ അവർ കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു 100-150 പേര് വീട്ടിൽ വന്ന് ചായ കുടിച്ച് പോകുമ്പോഴേക്കും നല്ലൊരു എമൗണ്ട് ഈ വീട്ടിലേക്ക് കിട്ടും. അവരുടെ ആവശ്യം ചിലപ്പോൾ മോളെ കെട്ടിക്കാനായിരിക്കും, മോൻ്റെ കല്യാണമായിരിക്കും, വീട് പണിയാനായിരിക്കും. ആ ആവശ്യം നടക്കും. പക്ഷേ ഒരു ലോൺ എടുത്തു എന്നൊക്കെ പറയുന്ന പോലത്തെ വലിയ ബാധ്യതയില്ല. എന്നാൽ അതേസമയം ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് പോയിട്ടുള്ള ആളുകൾ അവരുടെ വീട്ടിലൊരു ആവശ്യം വരുമ്പോഴും പയറ്റ് നടത്തും. ആ സമയത്ത് നമ്മളെയും വിളിക്കും. നമ്മളവിടെ ചെല്ലുക, ഭക്ഷണം കഴിക്കുക, അവിടെ കുറച്ച് നേരം വർത്താനം പറഞ്ഞിരിക്കുക. എന്നിട്ട് നമുക്ക് അവർ തന്നതുപോലെ സമാനമായിട്ടുള്ളൊരു തുക തിരിച്ചു കൊടുക്കുക. ഇത് ആക്ച്വലി ഒരു നാട്ടുപ്രദേശത്ത് ഒരുമിച്ച് താമസിക്കുന്ന കുറേ ആളുകൾക്ക് പരസ്പര സഹായത്തിൽ കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ വീട്ടിൽ വന്ന 100 പേർക്കും അടുത്ത മാസം തന്നെ പരിപാടി വരില്ലല്ലോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളതുപോലെ പയ്യെ ഞാനും കാര്യങ്ങൾ കൊടുത്തു തീർക്കുന്നു. പിന്നെ എല്ലാവർക്കും ഒരുമിച്ച് കൂടാനും സംസാരിക്കാനും ഒക്കെ പറ്റുന്ന അങ്ങനത്തെ ഒരു സ്പേസാണ്. അങ്ങനെ ഒരു പയറ്റ് നടക്കുന്ന ദിവസം ഒരു നാട്ടിലേക്കാണ് രാജേഷ് മാധവൻ സംവിധാനം ചെയ്തിട്ടുള്ള പെണ്ണും പൊറാട്ടും നമ്മളെ കൊണ്ടുപോകുന്നത്. സന്തോഷ് ടി കുരുവിള പ്രസൻസ് എന്നാണ് സിനിമയുടെ തുടക്കത്തിൽ എഴുതി കാണിക്കുന്നത്. എനിക്ക് പുള്ളിനെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാട്ടോ. കാര്യം ഞങ്ങളുടെ രണ്ടുപേരുടെ വേവ് ലെങ്ത് ഒന്നാന്ന് തോന്നുന്നു. പുള്ളി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതും പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള സിനിമകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഒക്കെയും എനിക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നല്ലോണം വർക്ക് ആയിട്ടുള്ള സിനിമകളാണ്. രവിശങ്കർ തിരക്കഥ എഴുതി രാജേഷ് മാധവനാണ് സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. സബിൻ ഉരുളിക്കേണ്ടിയാണ് ഇതിൻ്റെ DOP ചെയ്തിട്ടുള്ളത്. ഡോൺ വിൻസെൻറ്റിൻ്റെ മ്യൂസിക്കാണ്. ചമൻ ചാക്കോ എഡിറ്ററാണ്. എഗ് വൈറ്റ് ആണ് ഇതിൻ്റെ VFX ചെയ്തിട്ടുള്ളത്. സിംഗ് സൗണ്ട് ചെയ്തിട്ടുള്ളത് ശ്രീജി ശ്രീനിവാസനാണ്. സൗണ്ട് മിക്സിംഗ് വിപിൻ നായരാണ്. ലിജു പ്രഭാകറിൻ്റെ കളറിംഗ് ആണ്. ഇത്രയും പേരുടെ പേര് എനിക്ക് യൂട്യൂബിൽ ക്രെഡിറ്റ്സ് നിന്ന് കിട്ടി. ഈ സിനിമയുടെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവർക്കും കിട്ടിലോസ്കി പരിപാടിയാണ് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നൊരു അഭിനന്ദനം കൊടുക്കാനാണ് തോന്നുന്നത്. സിനിമയെക്കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ എന്തെങ്കിലും ഉണ്ണിയെ പൊക്കോളിന്ന് പോയി കാണ് തിയേറ്ററിൽ. മറിയാനുള്ളതുണ്ട്. എന്താ അതിൻ്റെ ഒരു തീം, എന്താ പെർഫോമൻസ്, എന്താ സൗണ്ട്, എന്താ വിഷ്വൽ ട്രീറ്റ്മെൻറ്റ്, എന്താ പടം എടുത്തു വെച്ചേക്കണേ. നമുക്ക് പതിവ് പോലെ പോസിറ്റീവ്സ് നിന്ന് ആരംഭിക്കാം. ഒന്നാമത്തെ പോസിറ്റീവ്, ഈ സിനിമ ആരംഭിക്കുന്നത് ഒരു നായയുടെ, ടൊവിനോ ആണ് അതിന് ശബ്ദം കൊടുത്തിരിക്കുന്നത്. ഗംഭീര ഡബ്ബിംഗ് ആണ് മാൻ. അടിപൊളിയായിട്ട് അതിൻ്റെ ഇമോഷൻസും അതിൻ്റെ ഫീലും എല്ലാം കിട്ടുന്ന പോലെ ഒരു അവശ്യ നിലയിലേക്ക് എത്തിയിട്ടുള്ളൊരു നായയാണ്. അയാളാണ് ഈ കഥ പറയുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ഫീലും കൊടുത്തിട്ട് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ നായ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ കാണിച്ച് അയാളുടെ ഒരു ലൈഫ് ജേണിയൊക്കെ ആയിട്ടാണ് സിനിമ തുടങ്ങുന്നത്. നായയുടെ കണ്ണിൽ ഈ ലോകത്തെ കാണുക, അയാളുടെ സൗണ്ട് കേൾക്കുക. ഈ നായ കേൾക്കുമ്പോഴേ, വഴക്ക് പറയുന്ന സമയത്തൊക്കെ നായ കേൾക്കുന്ന സൗണ്ട്സും കാര്യങ്ങളുണ്ട്. അതിൻ്റെ പരിപാടിയിൽ തന്നെ ആ തുടക്കത്തിൽ തന്നെ നമ്മളതിലങ്ങ് ഹുക്കാവും. പിന്നെ നായയുടെ വ്യൂ പോയിൻറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഫിലോസഫീസ് എന്ന് പറയുന്നത് അത് ആക്ച്വലി ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തവർ എഴുതി വെച്ചേക്കുന്നത്. ജസ്റ്റ് ഒരു നായയെ വെച്ചിട്ട് അവരെന്ത് വലിയൊരു തിയറിയാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ഈ ലോകത്തെക്കുറിച്ചുള്ള കോൺസെപ്റ്റ്, ഓടണം എന്ന് പറയുന്നത്, ഞാൻ സഹിച്ച് നിൽക്കുന്നതിനേക്കാൾ ഓടി പോവുകയാണ് വേണ്ടിയിരുന്നതെന്ന് പറയുന്ന അയാളുടെ തിരിച്ചറിവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ലൈഫിൻ്റെ ഒരു ലേറ്റസ്റ്റ് സ്റ്റേജിലേക്ക് വരുമ്പോൾ നമ്മളും തിരിച്ചറിയുന്നൊരു വലിയ പോയിൻ്റാണ് അത്. ഈ നായയെ വെച്ച് എന്ത് സിമ്പിളായിട്ട്, എന്ത് ഈസി ആയിട്ടാണ് അവരത് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്. നായ മാത്രമല്ല, വേറെയും കുറേ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കിയാൽ മതി. രണ്ടാമത്തെ പോസിറ്റീവ്, മനുഷ്യരെന്ന് ഞാൻ പറയും. ഈ സിനിമയിലെ മനുഷ്യർ എന്ന് വെച്ചാൽ ഞാനിങ്ങനെ കുറച്ച് പേരുകളൊക്കെ സെർച്ച് ചെയ്തൊക്കെ നോക്കി. പക്ഷേ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് 1-2 പേരുകളെ കിട്ടുന്നുള്ളൂ. അപ്പം അവരെ മാത്രം പറഞ്ഞാൽ പോരാ. ഈ സിനിമ തുടങ്ങുമ്പോൾ തൊട്ട് ഇതിൻ്റെ ലാസ്റ്റ് സീൻ ഡയറക്റ്റഡ് ബൈ രാജേഷ് മാധവൻ എഴുതി കാണിക്കുന്നത് വരെ നമ്മൾ സ്ക്രീനിൽ കാണുന്ന എല്ലാവരും
അവരൊക്കെ അങ്ങ് ജീവിക്കുകയായിരുന്നു. എടാ എവിടുന്നാ നിങ്ങൾ ഇവരെയൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നതെന്ന് നമുക്ക് സംവിധായകനോടൊക്കെ ചോദിക്കാൻ തോന്നുന്ന പോലെ എന്ത് മനുഷ്യരാണ് ഇവരൊക്കെ, എന്ത് പെർഫോമേഴ്സാണ് ഇവരൊക്കെ. ഇതാ കുമാരേട്ടൻ വന്ന് നിങ്ങളുടെ ആദ്യത്തെ സീൻ, ആ ഇറങ്ങി വരുന്ന സീൻ തൊട്ട് അറുമതിക്കാണ്. ഒരാളിങ്ങനെ നിന്നിട്ട് നമ്മളിങ്ങനെ കൊതിപ്പിക്കുന്ന പെർഫോമൻസ് എടുക്കുക എന്ന് പറയില്ലേ, ഗംഭീര പ്രകടനം. അത് എല്ലാവരും അതെ. കുമാരേട്ടൻ്റെ അമ്മയുണ്ടല്ലോ, അയ്യോ അവർ മുത്താണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു പാറ്റേണിലുള്ള സിനിമകൾ വരുമ്പോൾ ഇങ്ങനൊരു മുഖം, നമ്മൾ മലയാള സിനിമയുടെ ഇതുവരെയുള്ള ശീലങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ സ്ഥിരമായി കണ്ടിട്ടില്ലാത്ത ഒരുപാട് മുഖങ്ങൾ ഞാനിതിൽ കണ്ടു. ഒരുപാട് ടൈപ്പ് ഓഫ് മനുഷ്യരെ കണ്ടു. എല്ലാവരും പെർഫോം ചെയ്യുന്നത്. ഞാൻ അവരെ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചത് ജസ്റ്റ് ഇങ്ങനെ വരുന്നു 1-2 ഡയലോഗ്. പക്ഷേ ഇവരെങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ടോ ഇങ്ങനെ. ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചില സമയത്ത് ഈ കുഞ്ഞുവാവകളില്ലേ, അവർ ഡാൻസ് കളിക്കുന്ന വീഡിയോസ് വെച്ച് ചെയ്യുന്നതാണ്. അതുപോലെ വല്ലതും ചെയ്തെടുത്താണ്. എങ്ങനെ ഇത്ര ഗംഭീര, അപ്പോൾ ഇവരൊക്കെ എവിടെ ആയിരുന്നു ഇത്രയും കാലം എന്നൊക്കെ ചോദിക്കാൻ തോന്നുന്ന പോലെ അങ്ങനെ പെർഫോം ചെയ്ത്. ഇതിനകത്ത് സുമ എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടിയുണ്ട്, അവരുടെ അമ്മയുണ്ടോ, അയ്യോ അവർ രണ്ടുപേരും കൂടി സിനിമേനെ ഒരു സ്ഥലത്തുനിന്ന് മറ്റേ സ്ഥലത്തേക്ക് കൊണ്ടെത്തിക്കുന്നത് ഇവരാണ്. അവരുടെ നോട്ടവും പറച്ചിലും ടൈമിങ്ങും അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ചാരുവിൻ്റെ ഒരു കൂട്ടുകാരിക്ക് ആകെ 2 സീൻ എന്തോ ഡയലോഗ് പറയാനുള്ളൂ. അയ്യോ അവരുടെ ഇമോഷനും പെയിനും ഒക്കെ നമുക്ക് കിട്ടും. പക്ഷേ അതേസമയം നമുക്ക് ഭയങ്കരമായിട്ട് ചിരി വരും. ഇതൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഒരു ചിരിച്ചൊരു ഓളത്തിൽ കണ്ടുപോകുന്നതാണെങ്കിലും ഇതൊക്കെ ഓരോ മനുഷ്യരുടെ ഇമോഷൻസും പിന്നെ ഓരോ സിറ്റുവേഷൻസിൽ നമ്മുടെ നാട്ടുകാർ ശരിയെന്ന് കരുതി ചെയ്തു കൂട്ടുന്ന വൃത്തികേടുകളുമാണ്. അപ്പോൾ അതിനെ ഒരു സെറ്ററായിട്ട് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണോ, അത് എന്തൊരു സ്കെയിലാണ് ഇവർ പെർഫോം ചെയ്തത്. ഇവരെല്ലാവരും കാരിക്കേച്ചേഴ്സാണ് നമ്മുടെയൊക്കെ ചുറ്റും കാണുന്ന. ഇതിനകത്ത് നമ്മൾ പാലക്കാടൻ ഭാഷയാണ് കേൾക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ചില വാക്കുകൾ ക്യാച്ച് ചെയ്യാനൊരു സമയമെടുത്തു എന്ന് വരും. പക്ഷേ ആസ് എ കാരിക്കേച്ചർ നമ്മൾ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭാഷയേക്കാൾ കൂടുതൽ ഈ പെർഫോമൻസും അതിൻ്റെ ഒരു തീമൊക്കെയാണ് നമ്മളിലേക്ക് എത്തുക. അതിനുതകുന്ന രീതിയിൽ ഏറ്റവും ഗംഭീര പെർഫോമൻസ്. ഇതിൻ്റെ അകത്തൊരു മാഷുണ്ട്, ആ പുള്ളിനെ കെട്ടിയിടണം മലയാള സിനിമയിൽ. അമ്മാതിരി പെർഫോമൻസ്. അയാൾ പട്ടിയെ ഡീൽ ചെയ്യുന്നിടത്ത് അയാളുടെ ക്യാരക്ടറുണ്ട്. അതുപോലെ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ നോക്കി, ഈ പടത്തിൻ്റെ OTT പ്രിൻ്റ് വന്നു കഴിഞ്ഞാൽ റീല് കണക്കിന് അടിച്ചു വരും. ഇവരുടെ ഓരോരുത്തരുടെയും ക്യാരക്ടറും ഓരോ സീനും ഓരോരുത്തരെ റീലടിച്ച് വെച്ച് അയാളാണ്, അയാൾ ഇങ്ങനെയാണ്, അതാണ്, ഇതാണ്, മറ്റാണ്, മറിച്ചാണ്, ഒരുപാട് എഴുത്തുകൾ വരും. അമ്മാതിരി ക്യാരക്ടറൈസേഷൻസാണ്. അതിൽ മാഷ് ആ ക്യാരക്ടർ അയാളുടെ കുട്ടിക്കാലം മുതലുള്ള കാര്യങ്ങൾ കാണിക്കുന്നു, പ്ലസ് അയാളുടെ പെർഫോമൻസ്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള അച്ഛന്മാരുണ്ട്, കുമാരേട്ടൻ്റെ അച്ഛനുണ്ട്, ചാരുവിൻ്റെ അച്ഛനുണ്ട്, അവരുടെ അച്ഛൻ, ഇവരുടെ അച്ഛൻ, അച്ഛന്മാരൊക്കെ പൊളിയാട്ടോ. നല്ല രസമായിട്ട്. എന്നുവെച്ചാൽ മലയാള സിനിമയിൽ നമ്മൾ സാധാരണ കാണാത്ത ഈ സിനിമയിലുള്ള ഒന്നും ചിലപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് ഒരു സിനിമയിലും കണ്ടിട്ടുണ്ടാവില്ല. അമ്മാതിരി പ്ലേസ്മെൻറ്റ്. അതുപോലെ വൈദ്യര് ഗംഗേട്ടൻ, അയ്യോ ഗംഗേട്ടൻ നൈസാണ്. ഗംഗേട്ടൻ ചുമ്മാ അങ്ങനെ നിന്നാൽ മതി. പുള്ളി ടെറർ ലുക്കിൽ അങ്ങനെ വന്ന് നിന്നിട്ടേ ഭയങ്കര രസമാണ്. അതായത് ഞാൻ പറഞ്ഞു, ഈ സിനിമയിൽ ഒരാളുടെ പേരെടുത്ത് പറഞ്ഞാൽ ഞാൻ ബാക്കിയുള്ളവരോട് ചെയ്യുന്ന ക്രൂരതയായി പോകുമെന്നൊക്കെ പറയുന്ന പോലെ അമ്മാതിരി ഈ ചങ്ക് പറിച്ച് പെർഫോം ചെയ്തിട്ടുണ്ടോ. നമ്മൾ എങ്ങനെയാണ് അവർ വിട്ടുകളയുക. ഗംഭീര പെർഫോമേഴ്സ്. അവരെയൊക്കെ ചുമ്മാ ഒന്ന് തിയേറ്ററിൽ കണ്ട് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ഈ സിനിമ കാണാൻ എനിക്ക് പറയാൻ തോന്നും. ഓരോരുത്തരെയും കെട്ടിപ്പിടിച്ച് ഉമ്മോക്കാൻ തോന്നുന്ന പോലെ അമ്മാതിരി ഗംഭീര പെർഫോമൻസസ്. പിന്നത്തെ പോസിറ്റീവ് കോൺഫ്ലിക്ട്സ് ആണ്. അതിലിപ്പോൾ കോൺഫ്ലിക്റ്റ് എന്ന് ഞാൻ പറയാൻ കാര്യം ഇതിൻ്റെ അകത്ത് ഓരോ സിറ്റുവേഷൻസ്, ആ സിറ്റുവേഷൻസിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നു, അതിനകത്ത് അവർ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് തോട്ട്സ് ഉണ്ട്, അതിൻ്റെ ഒരു ഹ്യൂമർ എലമെൻ്റ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ, ഫിലോസഫികളുണ്ട്. പ്രണയവും സെക്സും അല്ലെങ്കിൽ വിവാഹവും സെക്സും എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിന്നാണ് പടം തുടങ്ങുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർ വന്ന് കഥാപ്രസംഗം ക്ലാസ് എടുക്കലൊന്നുമല്ല, നമ്മളിങ്ങനെ ചിരിച്ച് കളിച്ച് ജോളിയായിട്ട് പോകും. പക്ഷേ സാധനം ഇതിൻ്റെ അകത്തുണ്ട്. പ്രതീക്ഷിച്ചിരിക്കുക, പരാജയപ്പെടുക, പ്രണയം, അഭിമാനം, കുടുംബത്തിൻ്റെ മാനം, പെണ്ണിനെ നമ്മൾ കേൾക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ, ഒരു പേനായ എന്ന് പറയുന്ന ഒരു ഇമേജ് അവർ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പേപ്പട്ടി വരുന്നു എന്ന് പറയുന്നത്. പേപ്പട്ടി ആക്ച്വലി ഒരു പ്രളയം പോലെയായിരുന്നു ഈ സിനിമയിൽ. ഒരു പെർട്ടിക്കുലർ സീനിൽ, അതെങ്ങനെ ഞാൻ സ്പോയിലർ ഇല്ലാതെ പറയാമെന്ന് എനിക്കറിയില്ല, അതുവരെ തമ്മി തല്ലി തലകീറി നടന്നിരുന്ന ആളുകൾ വെള്ളം പൊങ്ങിക്കഴിഞ്ഞപ്പോൾ എന്താ ചെയ്ത്, അത്രേ ഉള്ളൂ. ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ഒരുമിച്ച് നിൽക്കുമെന്നുള്ളത് നമ്മൾ കണ്ടു. പക്ഷേ പ്രശ്നം വരുമ്പോൾ മാത്രമേ ഉള്ളൂ അത്. ആ പ്രശ്നം എപ്പോൾ ഒഴിയുന്നോ, എപ്പോൾ പ്രളയത്തിൻ്റെ വെള്ളം എന്നാണോ, അപ്പം മുതൽ വർഗീയതയും രാഷ്ട്രീയവും പ്രശ്നങ്ങളും എല്ലാം നമ്മൾ പൊക്കിക്കൊണ്ടുവന്നു. അതുവരെ കാണിച്ച മനുഷ്യത്വം മുഴുവൻ നമ്മൾ സൈഡിൽ കൊണ്ടുവച്ചു. മൃഗങ്ങളെക്കാൾ മോശമാവുന്ന മനുഷ്യർ എന്ന് പറയുന്ന പോലെ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് ഈ സിനിമയിൽ. പക്ഷേ ഇത് മുഴുവൻ അവരൊരു കുഞ്ഞു സിനിമയായിട്ട് ഒതുക്കി. പിന്നെ പറയേണ്ട ഒരു പോസിറ്റീവ്, അത് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് ഞാൻ പറയും ഇതിൻ്റെ സൗണ്ടിങ് ആണ്. ജാതി മിക്സാണ് ചെയ്തു വെച്ചേക്കുന്നതെന്ന് അറിയോ. സൗണ്ടിൻ്റെ യൂസ്, അതായത് ഒരു പെർട്ടിക്കുലർ സാധനം എടുക്കുന്നു, അത് ഇവിടെ പ്ലേസ് ചെയ്യുന്നു, ഇതിനാണ് ഇവിടെ നമ്മളൊരു ആംപ്ലിഫിക്കേഷൻ കൊടുക്കേണ്ടത്, ഈ സൗണ്ടിനാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്, ഇവിടെ വരുമ്പോൾ ഇതാണ് ഇങ്ങനെയാണ് വരേണ്ടതെന്നൊക്കെ പറയുന്ന
അജാതി മിക്സാണ്. ഡയലോഗ്സൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അതിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ്, സാധനങ്ങൾ എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സീനിൽ കിതപ്പ് മാത്രമേ നമ്മൾ കേൾക്കുള്ളൂ. ആക്ച്വലി നമ്മുടെയും റിയൽ ലൈഫിൽ ആ പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ കിതപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് സമാധാനം ഉണ്ടായിരുന്നതെന്ന് വരെ പറയാൻ തോന്നുന്ന രീതിയിൽ അങ്ങനത്തെ മിക്സിങ്. പിന്നെ ഈ പട്ടി കേൾക്കുന്ന ഭാഷയുണ്ടല്ലോ, അത് ഭയങ്കര രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ മ്യൂസിക് പറയണം, എന്താ വർക്ക് മാൻ. പാട്ട് എന്നൊക്കെ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്ത് വെക്കണം. അതായത് ആ നാടിൻ്റെ സോളാണ് നമ്മൾ ആ സൗണ്ടായിട്ട് കേൾക്കുന്നത്. അതിനകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് പടം തുടങ്ങി ആദ്യം മുതൽ ഒരു ഓളത്തിൽ ഇങ്ങനെ പോകുമ്പോഴും ഒരു സ്പോട്ടിൽ എനിക്ക് എൻ്റെ മോനെ എന്ന് ഫീൽ ചെയ്തത്, ഇതിൽ ഈ ചെക്കന്മാരെല്ലാവരും കൂടിയിട്ട് ഒരാൾ ഡാമിൽ പോയി എന്നറിയുമ്പോഴേക്കും ഒരുമിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് സ്ലോ മോഷനിൽ ഇവർ നടന്നു തുടങ്ങുന്ന ആ ഒരു പോർഷൻ, ആ സമയത്ത് ഒരു മ്യൂസിക് ബിറ്റ് കയറി വരുന്നുണ്ട്. എന്താ പവർ, എന്താ പഞ്ച്. എന്നാൽ അത് ആ നാടിൻ്റെയാണ്, നമുക്ക് വേറെ എവിടെയും കൊണ്ട് വെക്കാൻ പറ്റില്ല, അത് അവരുടെയാണ് എന്ന് പറയുന്ന പോലെ ക്ലോസ് ടു ഹാർട്ട്, ക്ലോസ് ടു എന്താ പറയുക, ആ നാട്, ആ മണ്ണ് എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ വർക്ക് ചെയ്തെടുത്തിട്ടുള്ള മ്യൂസിക്, അമ്മാതിരി മിക്സ് ആൻഡ് വിഷ്വൽസ്. അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു വർഷം മാത്രമേ പാലക്കാട് താമസിച്ചിട്ടുള്ളൂ. എനിക്കിപ്പോഴും പാലക്കാട് നിന്ന് കേൾക്കുമ്പോൾ ഒരു മണമുണ്ട്. ചാണകം മെഴുകിയിട്ടുള്ള തറയും വൈക്കോല്, ഈ കൃഷി കഴിഞ്ഞിട്ടുള്ള പാടത്ത് വൈക്കോല് കത്തുമ്പോഴുള്ള മണവും ഒക്കെ ചേർന്നിട്ട് എനിക്ക് പാലക്കാടിൻ്റേതായിട്ടുള്ളൊരു മണം എൻ്റെ മനസ്സിലുണ്ട്. അതെനിക്ക് കിട്ടിയടോ തിയേറ്ററിൽ ഇരുന്നപ്പോൾ. എന്ന് വെച്ചാൽ അങ്ങനെ ആ വിഷ്വൽ നമ്മൾ കാണുന്നത്, ആടുകളും മാടുകളും കോഴികളും താറാവും പരിപാടിയും ഒക്കെ ആയിട്ട് പോകുന്ന ചാണകം മെഴുകിയ തറകളുള്ള വീടുകൾ, അതുപോലെ പഴയ വീട്, ആ വീടിൻ്റെയൊക്കെ കോലം കാണുമ്പോഴേ നമുക്കറിയാം. അങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ അവരുടെ നാട്ടുവഴികൾ. ഒരു ചേച്ചി ഒരു വീഴ്ച വീഴുന്ന സീനുണ്ട്. അവർ വീഴുമ്പോൾ അവരുടെ മൂക്കിലടിച്ച മണം എന്തായിരിക്കും എന്ന് വരെ നമുക്ക് ഫീൽ ചെയ്യുന്ന പോലെ അങ്ങനെ വിഷ്വൽ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എഡിറ്റ്, കട്ട്സ്, അതുപോലെ ചില സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്തൊരു ചേസ് സീൻ, പട്ടിയെ ചേസ് ചെയ്യുന്ന സീനിലൊക്കെ ശരിക്കും അതൊരു പാലക്കാടൻ മാഡ് മാക്സ് ഫ്യൂറി റോഡാണ്. അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. കാര്യം നമുക്കാണിത് പുറമേ നിന്ന് കാണുമ്പോൾ ഇവന്മാർ എന്ത് ഭ്രാന്താണ് കാണിക്കുന്നത്, പക്ഷേ അവൻ്റെയൊക്കെ ഉള്ളിൽ അവന്മാരും മറ്റേ മാഡ് മാക്സ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതിനെ വിഷ്വലി അവർ ചെയ്തെടുത്ത് വെച്ചേക്കുന്നത് ഗംഭീരമായിട്ടാണ്. എനിക്ക് നെഗറ്റീവ് ഒന്നും പറയാനില്ല കേട്ടോ. ഇപ്പോൾ വേണമെങ്കിൽ പറയാവുന്ന, നിങ്ങൾക്ക് പാലക്കാട് ഭാഷ ഒന്നും ഒട്ടും മനസ്സിലാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചീത്ത വിളിക്കുന്ന കേട്ടാൽ മനസ്സിലാവില്ലേ, നമുക്ക് സ്നേഹം കൊണ്ട് പറയണ കേട്ടാൽ മനസ്സിലാവില്ലേ, ഒരു മനുഷ്യൻ അയാളുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്ന കണ്ടാൽ മനസ്സിലാവില്ലേ, അത്രയും മതി. അല്ലാതെ വേറെ ഇതിനകത്ത് എനിക്ക് നെഗറ്റീവായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ ആകെ ഒരു കാര്യം പറയാനുള്ള, കുറച്ച് നല്ല ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കാണണം. എൻ്റെ ഭാഗ്യത്തിന് ഞാൻ പോയ തിയേറ്ററിൽ ഫോൺ നോക്കിയിരിക്കുന്ന വൃത്തികെട്ടവന്മാരും ഒന്നും ഉണ്ടായിരുന്നില്ല. വർത്താനം പറഞ്ഞ് ശല്യം ചെയ്യുന്ന വൃത്തികെട്ട വേറെ ഓഡിയൻസ് ഉണ്ടായിരുന്നില്ല. ഐ വാസ് സോ ഹാപ്പി. നല്ലൊരു ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് നല്ല മൂഡിൽ ഞാൻ ആ പടം കണ്ടു. ഈ പടം കണ്ടു കഴിയുമ്പോൾ ഇതിനകത്ത് നിങ്ങൾ ട്രെയിലർ കണ്ടാൽ ടൊവിനോ ശബ്ദം കൊടുത്തിട്ടുള്ള ആ പട്ടിയുണ്ട്. ആ പട്ടി ചിലപ്പോൾ നമ്മളായിരിക്കും. ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ജോലിക്ക് വന്നിരിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ ഏതോ ഒരു രാജ്യത്തുനിന്ന് ഒരു കയ്യിലെടുക്കാവുന്ന അത്രയും സാധനങ്ങളും വാരി നെഞ്ചോട് ചേർത്ത് വെച്ച് ഓടിപ്പോകുന്ന ഒരു മൈഗ്രൻ്റ് ആയിരിക്കും. ചിലപ്പം ആരും ഇല്ലാതെ, ആരും നോക്കാനും കാണാനും ഇല്ലാത്ത പോലത്തെ ഒരാളായിരിക്കും. അതിന് എന്താ മാൻ സംസാരിച്ചിരിക്കാനോ, നിങ്ങൾ സിനിമ കണ്ടിട്ട് വന്നിട്ട് നമുക്കിങ്ങനെ ഇരുന്ന് വർത്താനം പറയാം മക്കളെ എന്ന് പറയാൻ തോന്നുന്ന പോലെ അങ്ങനത്തെ സാധനങ്ങളുള്ള, അത്രയും ലെയറുകളുള്ള, എന്നാൽ ചിരിച്ച് കളിച്ച് ജോളിയായിട്ടിരുന്ന് കാണാവുന്ന ഒരു സിനിമ എന്നെ സംബന്ധിച്ച് ഈ വർഷം ഞാൻ കണ്ടിട്ടുള്ളതിൽ വൺ ഓഫ് ദി വണ്ടർഫുൾ മൂവി എക്സ്പീരിയൻസസ് എന്ന് പറയാൻ പറ്റുന്ന പോലത്തെ ഒരു സിനിമയായിട്ടാണ് പെണ്ണും പൊറാട്ടും ഫീൽ ചെയ്തത്. രാജേഷ് മാധവൻ കലക്കി മറിച്ചിട്ടുണ്ട്. അങ്ങനെ പാലക്കാടുകാരനല്ലെന്നാണ്, എന്നിട്ട് എങ്ങനെ ഇത്രയും ആ നാട്, അതായത് ആ നാടിനകത്തേക്ക് അയാൾ ആ മണ്ണിലും ചളിയിലും ഇറങ്ങി അവിടുത്തെ വെയിൽ മുഴുവൻ കൊണ്ട് പുഴുങ്ങി അങ്ങനെ അവിടെ ജീവിച്ച ഒരാൾക്ക് എഴുതാൻ പറ്റുന്നൊരു സാധനമല്ലേ ഇത്, അങ്ങനെ ഒരാൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമല്ലേ ഇത്, അങ്ങനത്തെ ഒരു പടം. പക്ഷേ ആ ഒരു സെറ്റയർ, ആ ഒരു മൂഡ് നിങ്ങൾക്ക് കിട്ടിത്തുടങ്ങി. അത് പടം തുടങ്ങുമ്പോഴേ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഹെവി ആയിട്ട് എൻജോയ് ചെയ്യും. പിന്നെ അതിലെ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നെ സംബന്ധിച്ച് ദിസ് ഇസ് വാട്ട് ഐ എക്സ്പീരിയൻസ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. ഈ സിനിമ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഗംഭീര സിനിമയെ, ഞാൻ ഈ പറഞ്ഞതിനേക്കാളും ഗംഭീരമായിട്ട് തോന്നിയേക്കാം. ചിലപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ തള്ളായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. അതൊക്കെ സ്വാഭാവികമാണ്. ഓരോ സിനിമയും തിയേറ്ററിൽ കണ്ട് വിലയിരുത്തപ്പെടേണ്ടതാണ്. എല്ലാ സിനിമകളും അത് അർഹിക്കുന്നുണ്ട്. അങ്ങനെ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനമെടുക്കാൻ കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കാം.